പ്രിയപ്പെട്ടവരെ, കാവ്യശിഖയുടെ നേതൃത്വത്തിൽ യുദ്ധ ഭീകരതയ്ക്കെതിരെ സമാധാന ജ്വാല എന്ന പരിപാടി നടന്നു വരികയാണ്. അതിൻ്റെ 43-ാം പതിപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ലോകമാകെ യുദ്ധഭീതിയിലാണ്. രാജ്യങ്ങൾ തമ്മിൽ സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും മറ്റുമായി മറ്റു രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിനുമായിട്ടൊക്കെ യുദ്ധങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മതത്തിന്റെ പേരിൽ നടക്കുന്ന യുദ്ധങ്ങളുണ്ട്, സാമ്രാജ്യത്വ മുതലാളിത്ത രാഷ്ട്രങ്ങൾക്ക് വേണ്ടി കുത്തകകൾക്ക് വേണ്ടി ചെയ്യുന്ന യുദ്ധങ്ങളുണ്ട്, ആയുധ വ്യാപാരത്തിന് വേണ്ടി യുദ്ധങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന തൽപര കക്ഷികളായിട്ടുള്ള രാജ്യങ്ങളുമുണ്ട്. ഇത്തരത്തിൽ ലോകം യുദ്ധത്തിലേക്ക് കടന്നു പോകുമ്പോൾ മനുഷ്യർക്കിടയിൽ സമാധാനത്തിന്റെ ജ്വാല തെളിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം ജീവിക്കുന്ന പ്രദേശങ്ങളിൽ, നാം എഴുതുന്ന ഇടങ്ങളിൽ, നാം സംസാരിക്കുന്ന ഇടങ്ങളിലെല്ലാം യുദ്ധത്തിനെതിരെ, ഈർഷ്യക്കെതിരെ എല്ലാം നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മളാണ് സമാധാനത്തിന്റെ പ്രവാചകരായി മാറേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ സമാധാനത്തിന്റെ ജ്വാലകൾ നിരന്തരം തെളിയിക്കട്ടെ. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശാലിനി മുരളിയാണ്. ശാലിനി മുരളിയെ ഈ സമാധാന ജ്വാലയുടെ 43-ാം പതിപ്പിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് സുജാത അപ്പോഴത്താണ്. ശ്രീമതി സുജാത അപ്പോഴത്തിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ നന്ദി അറിയിക്കുന്നത് മനീഷ മുകേഷ് ലാലാണ്. മനീഷ മുകേഷ് ലാലിനെ ഇത്രയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സമാധാന ജ്വാല ഈ നാടെങ്ങും പടരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, സ്നേഹം. നമസ്കാരം. നമ്മുടെ പ്രിയ കവി ശ്രീ രാവണി മാഷിന്റെയും ചാക്കോടി മാഷിന്റെയും നേതൃത്വത്തിൽ കാവ്യശിഖ നടത്തുന്ന സമാധാന ജ്വാലയുടെ 7ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ജൂൺ 17 കവി സച്ചിദാനന്ദ മാഷായിരുന്നു. ഇന്ന് സ്വാഗതം പറഞ്ഞ പ്രേംശങ്കർ, ഉദ്ഘാടനം ചെയ്യുന്ന ശാലിനി മുരളി, നന്ദി പറയുന്ന മുകേഷ് ലാൽ, ബാക്കി കവി സൗഹൃദങ്ങളെ, എന്റെ കർത്തവ്യം എന്ന് പറയുന്നത്, എന്നെ ഏൽപ്പിച്ച കർത്തവ്യം എന്ന് പറയുന്നത് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ളതാണ്. യുദ്ധം എന്നത് മനുഷ്യനുണ്ടായ കാലം മുതൽക്ക്, മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽക്ക്, അല്ലെങ്കിൽ അതിനു മുമ്പേ ഉള്ളതാണ് യുദ്ധം എന്ന ഒരു പ്രക്രിയ. പല പല യുദ്ധത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. കലാന്തരങ്ങളായിട്ടുള്ള അതിൻ്റെ കെടുതികൾ യുദ്ധത്തിന്റെ നേർമുഖത്തു നിന്ന് അനുഭവിച്ചായാലും, അന്യരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായാലും അതിനെ ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് പാവം ജനങ്ങൾ. അതിലെ തീരെ പങ്കാളികളാവാത്ത പാവം ജനങ്ങളായിരിക്കും അതിന്റെ അതിന്റെ തീക്ഷ്ണമായ അനുഭവങ്ങൾ പേറേണ്ടി വരുന്നവർ. കുട്ടികളാവട്ടെ, സ്ത്രീകളാവട്ടെ, വൃദ്ധജനങ്ങള്, എല്ലാവരെയും അതിന് നേരിട്ടും അല്ലാതെയും യുദ്ധം ബാധിക്കുന്നുണ്ട്. എന്നാൽ ഓരോ ഘട്ടത്തിലും കവികളാവട്ടെ, എഴുത്തുകാരാവട്ടെ, എല്ലാവരും തന്നെ അവനവന്റെ കഴിവിനനുസരിച്ച് അവനവന്റെ വാക്കുകളിലൂടെ, അവനവന്റെ പ്രവൃത്തികളിലൂടെ യുദ്ധത്തിനെതിരെ കാഹളം മുഴക്കിയത് എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ നമ്മുടെ ഇന്നത്തെ സമാധാന ജ്വാല, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, കാവ്യശിഖ നടത്തിക്കൊണ്ടിരിക്കുന്ന സമാധാന ജ്വാല വഴിയും നമ്മൾക്കും അത്തരം ഒരു സന്ദേശം ജനങ്ങളിലേക്ക്, യുദ്ധവിരുദ്ധ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. യുദ്ധം എന്നത് തികച്ചും ഏകപക്ഷീയമാവുമ്പോൾ, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാവുമ്പോൾ, അതിന്റെ അടിവേര് തേടിപ്പോയാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു വേദനാജനകമായ കാര്യങ്ങൾ, അതിൽ പലപ്പോഴും ഒരു ക്ഷമാപണത്തിന്റെയോ ഒരു കൂടിച്ചേരന്റെയോ ഒരു മേശയ്ക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ ഇരുന്ന് കൊണ്ട് സംസാരിച്ചാൽ തീരാവുന്ന ചില വിഷയങ്ങളിലെ ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും പർവ്വതീകരിച്ച് ഈഗോ വന്ന്
അല്ലെങ്കിൽ മേൽക്കോയ്മ നേടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും അവിടെ നടന്നിട്ടുണ്ടാവുക. അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളുമായിരിക്കും. ഇത്തരത്തിലുള്ള ഓരോ യുദ്ധവും മനുഷ്യരാശിക്ക് നൽകുന്ന വിനാശത്തിനെതിരെ കാവ്യശിഖ നടത്തുന്ന ഈ യുദ്ധവിരുദ്ധ ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവുന്നു. യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശാലിനി മുരളിയെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ ചെറിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്തേ, ഞാൻ ശാലിനി മുരളി, ചെർപ്പളശ്ശേരിയിൽ താമസിക്കുന്നു. കാവ്യശിഖയുടെ സമാധാന ജ്വാല ഇന്നത്തെ പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയാണല്ലോ എൻ്റെ കടമ. നമുക്കറിയാം, മനുഷ്യരാശിയിൽ ആദിമകാലം തൊട്ട് തന്നെ യുദ്ധങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ പോരുകൾ ഉണ്ടാവുക സർവ്വസാധാരണമായിരുന്നു. അതവരുടെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു എന്ന് മാത്രം. അതായത് ചിലപ്പോൾ ആഹാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ പാർപ്പിടത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇണയ്ക്കു വേണ്ടി, അങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള യുദ്ധങ്ങൾ നടന്നിരുന്നത്. എന്നാൽ ഇന്ന് ഈ കാലത്ത്, ഈ ആധുനിക യുഗത്തിൽ യുദ്ധങ്ങൾ നടക്കുന്നത് ഒരുപക്ഷെ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അത്യാഗ്രഹം കൊണ്ടോ ആയിരിക്കാം. അതെന്തായാലും ശാസ്ത്രം ഒരുപാട് വളർന്ന നിലയ്ക്ക് യുദ്ധത്തിനുപയോഗിക്കുന്ന ആയുധങ്ങളും അതിൻ്റെ രീതികളും മാറിയിട്ടുണ്ട്. ആണവായുധങ്ങളും മിസൈലുകളുമാണ് മനുഷ്യർ തമ്മിൽ യുദ്ധത്തിനായി ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഭവിഷ്യത്തുകളും ആപത്തുകളും അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങളും വലിയ ആഘാതം തന്നെ മനുഷ്യരാശിക്കും പരിസ്ഥിതിക്കും മറ്റു ജന്തുജീവജാലങ്ങൾക്കും ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത തലമുറയ്ക്ക് വരെ, വരുന്ന തലമുറയ്ക്ക് വരെ അതിൻ്റെ പരിണിത ഫലങ്ങൾ ബാധിക്കുന്നുണ്ടെന്നും നമുക്കെല്ലാവർക്കും അറിയാം. കാവ്യശിഖയുടെ സമാധാന ജ്വാലയിൽ തിരിതെളിക്കുവാൻ, അല്ലെങ്കിൽ യുദ്ധത്തിനെതിരെ, യുദ്ധചിന്തകൾക്കെതിരെ, യുദ്ധത്തിൻ്റെ കെടുതികൾക്കെതിരെ നന്മയുടെ വെളിച്ചം തെളിക്കുവാൻ കുറേയധികം കവികൾ അണിനിരന്നിട്ടുണ്ട്. അതിലൊരാളായി തീരുവാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ യുദ്ധകവിതകളുടെ തുടക്കം യുദ്ധത്തോടുകൂടി തന്നെയാണെന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു ശാഖ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഉണ്ട്, വാർ പോയംസ്. ഏറ്റവും പുരാതനമായ യുദ്ധകാവ്യം എൻ ഹെഡ്വർന എന്ന ഒരു പുരോഹിത, ഒരു ഇറാഖുകാരിയായ പുരോഹിത എഴുതിയതാണെന്നാണ് ചരിത്രം പറയുന്നത്. അതിപ്രകാരമായിരുന്നു: നീ ഒരു മലയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തമാണ്, വെറുപ്പിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും കോപത്തിൻ്റെയും ആത്മാവാണ്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ആധിപത്യം. ഈ കവിതകളെ തുടർന്നാണ് പിന്നീട് ഹോമർ എന്ന ഗ്രീക്ക് കവി വരുന്നതും അദ്ദേഹത്തിൻ്റെ യുദ്ധകവിതകൾ പ്രസിദ്ധിയാർജിക്കുന്നതും. അതെന്തായാലും തൂലികയുടെ ശക്തി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. മലയാളത്തിൻ്റെ വിപ്ലവ കവിതകൾ സാമൂഹ്യ നവോത്ഥാനത്തിനും നമ്മുടെ തുടർന്നുള്ള നല്ല ജീവിതത്തിനും എത്രത്തോളം സഹായകരമായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഈ ലോകത്തിൽ എല്ലാവരും കവികളായിരുന്നുവെങ്കിൽ എന്ന് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത്, ഈ ലോകത്തിലുള്ള എല്ലാ പേരും കവികളായിരുന്നെങ്കിൽ എല്ലാ പേരും സമാധാനം ആഗ്രഹിക്കുമായിരുന്നു, എല്ലാ പേരും ശാന്തി ആഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ ലോകം വളരെ സമാധാനപൂർണമായി മുന്നോട്ടു പോകുമായിരുന്നു. കാവ്യശിഖയുടെ ഈ പതിപ്പിൽ എൻ്റെ യുദ്ധഭൂമിയിലെ കുട്ടി എന്ന കവിതയുടെ ഏതാനും വരികൾ കൂടി ആലപിച്ച് നിർത്താം. യുദ്ധഭൂമിയിലെ കുട്ടി. ഇവിടെ ഈ വിടവിലൊരു ജീവനിരിക്കുന്നു, ഏവരെയും പോലൊരു ദൈവ സൃഷ്ടി. കണ്ണിൽ കനവില്ല, ചുണ്ടിൽ ചിരിയില്ല, വയറിൽ വിശപ്പിൻ്റെ നാളങ്ങൾ മാത്രം, വയറിൽ വിശപ്പിൻ്റെ നാളങ്ങൾ മാത്രം. രുചിയും മണവും ഓലുന്ന വിഭവങ്ങൾ നുള്ളിക്കൊറിച്ചു തള്ളിക്കളഞ്ഞവർ, വയറും വലിച്ചു കുലുങ്ങിച്ചിരിച്ചു, മറന്നു മനുഷ്യൻ്റെ ചിത്രമോ വൃഥാ. ലോകം നിശബ്ദമായുറങ്ങുന്ന നേരം മനസ്സിൽ സ്വപ്നങ്ങൾ ആടിത്തിമർക്കെ, ഇവിടെ ഈ യുദ്ധഭൂമിയിൽ ഏകാന്തതയുടെ കാതുകൾ പൊട്ടുന്ന മൂകത മാത്രം, ഇവിടെ ഈ യുദ്ധഭൂമിയിൽ ഏകാന്തതയുടെ കാതുകൾ പൊട്ടുന്ന മൂകത മാത്രം. മുൻപിൽ പൊലിയുന്ന ജീവനുകൾ കണ്ടു, പിന്നിലായാർത്ത നാദങ്ങൾ കേട്ടു,
തോക്കിൻ മുനയ്ക്കൊന്നു കൺകെട്ടുവാൻ ഇവിടെ ഈ വിടവിലൊരു ജീവന്റെ തേങ്ങൽ. തോക്കിൻ മുനയ്ക്കൊന്നു കൺകെട്ടുവാൻ ഇവിടെ ഈ വിടവിലൊരു ജീവന്റെ തേങ്ങൽ. കാവ്യശിഖയുടെ സമാധാന ജ്വാലയുടെ ഈ പതിപ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചരിത്രത്തിലേക്ക് ദുഃഖങ്ങൾ മാത്രം അവശേഷിപ്പിക്കുന്ന ചോരക്കളിയാണ് യുദ്ധം. ഈ ചോരക്കളിക്കപ്പുറം നമുക്ക് സമാധാനത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ വാതിലുകൾ തുറന്നു വയ്ക്കേണ്ടതുണ്ട്. ലോകരാജ്യങ്ങൾ മാനവികതയ്ക്കും സാഹോദര്യത്തിനും സ്നേഹത്തിനും മുൻതൂക്കം നൽകേണ്ടതുണ്ട്. യുദ്ധം ഒരു കാലത്തും സന്തോഷം പകർന്നിട്ടില്ല. ദുഃഖങ്ങൾ മാത്രമാണ്, നഷ്ടങ്ങൾ മാത്രമാണ് ബാക്കി വെച്ചിട്ടുള്ളത്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ എഴുത്താളർ എന്തു ചെയ്യും? പ്രതികരിക്കാൻ തൂലികയല്ലാതെ മറ്റെന്തുണ്ട്? യുദ്ധവിരുദ്ധ കവിതകൾ സമാധാനത്തിന്റെ ജ്വാല എന്ന പേരിൽ കാവ്യശിഖ അവതരിപ്പിക്കാൻ തുടങ്ങിയത് ജൂൺ 17 മുതലാണ്. ഇന്നിപ്പോൾ അത് 7ാം ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. 43ാം പതിപ്പാണ് ഇന്നിവിടെ അരങ്ങേറിയത്. സ്വാഗതം ആശംസിച്ച പ്രേംശങ്കർ അന്തിക്കാട്, സുജാത അപ്പോളത്തിന്റെ അധ്യക്ഷതയിൽ ശാലിനി മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. മൂവർക്കും നന്ദി അറിയിക്കുകയാണ്. കാവ്യശിഖ ഇത്തരമൊരു ശ്രമം നടത്തിയതിനു പിന്നിൽ രാവണ്യമാഷും മറ്റ് ടീം അംഗങ്ങളുമാണ്. ചാക്കോടി അന്തിക്കാട് മെയിൻ കൺവീനറായിരുന്നു. എല്ലാവരോടും നന്ദി പറയുകയാണ് കാവ്യശിഖയുടെ പേരിൽ. നന്ദി, നമസ്കാരം.